ഫോളോ യുവർ ഡ്രീംസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഹൈദരാബാദാണ് ഉള്ളത്. അപ്പോൾ നാട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ് ഏതായാലും 2 ദിവസം നീ ഹൈദരാബാദ് നിൽക്കി, നമുക്ക് ചെറിയൊരു അമൗണ്ട് സഹായിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് 2-3 സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ദിവസം ഞങ്ങൾ ടെൻറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. നല്ല രസമായിരുന്നു ടെൻറ്റിൽ. അതുണ്ടാക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായി. എന്തായാലും നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, ടെൻറ്റ് ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ. ഓക്കെ, രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ടെൻറ്റ് ഒരു പെട്രോൾ പമ്പിലടിച്ച്. നല്ല ഫ്രീ, ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ഇടുന്നാളി, ഒരു പ്രശ്നമില്ല. ഇവിടെ കാര്യമൊന്നും വരുമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇവിടുന്ന് തെലുങ്കാന കഴിയാനായില്ല. ഹൈദരാബാദിലേക്കൊരു 230 കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ടൊക്കെ പോകാൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നേരത്തെ കിടന്നിക്കണേ. കഴിഞ്ഞ ദിവസം ആണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ മധ്യപ്രദേശിലൊരു ദേബയിലായിരുന്നു ഇതേമാതിരി ടെൻ്റ് അടിച്ചത്. പക്ഷെ കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. ഇവിടെ ഇപ്പോൾ തെലുങ്കാന അങ്ങനെ കുറച്ചൊക്കെ വിട്ടപ്പോൾ കുഴപ്പമില്ല. ഇവിടെ കുറച്ചൊരു ചൂടുണ്ട്. ടെൻറ്റിൻ്റെ ഉള്ളിൽ കുഴപ്പമില്ല, വലിയ തണുപ്പൊന്നുമില്ല. എന്നാലും തണുപ്പുണ്ട്. അതിൽ ഇന്നലത്തെ അത്ര പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സമയം എത്ര 4:30 കഴിഞ്ഞ്, 4:30 4:45 നേരത്തെ എണീച്ചത്. അത് 2ാമത്തെ ദിവസം ടെൻറ്റ് അടിപൊളി. അതിൽ ഇതാക്കാൻ നല്ല ഉറക്കാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കുറച്ച് റിസ്ക് എടുത്ത ആദ്യം. അപ്പോൾ നമ്മളിന്ന് ഹൈദരാബാദിലെ കുത്തബ് ഷാഹി ടോമിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ എന്താണെന്നുള്ളത്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, കയറിനടുത്തുള്ള ഫീൻ്റെ ഡീറ്റെയിൽ ആട്ടത്. ടിക്കറ്റിന് 10 രൂപ, കുട്ടികൾക്ക് 5. നമ്മളെ മൊബൈലിന് 50 രൂപ കൊടുക്കണം. പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് 200. പിന്നെ പാർക്കിംഗ് ചാർജൊക്കെ ഉള്ളത് 10, 20, 50 അങ്ങനെയുള്ളത്. അതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് കൗണ്ടർ. മൊബൈലിന് എന്തായാലും 50 രൂപ കൊടുക്കണം. ഇനിയിപ്പോൾ അഥവാ എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ അടിക്കേണ്ടി വരും. ഇവിടുന്ന് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഉള്ളോട്ടേക്ക് പോവാം. ഇത് ടിക്കറ്റ് എടുത്തതിന് ശേഷമുള്ള തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു മ്യൂസിയമാണ് കേട്ടോ. അത് എന്താണല്ലോ ഇതിനുള്ളിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ടോംബിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആണുള്ളത് ഇവിടെ ഉള്ളത്. അതുപോലെ the 5th king Muhammad Quli Qutub Shah
അഞ്ചാമത്തെ രാജാവ്. ഇവിടെ കംപ്ലീറ്റ് ഇതിനെ പറ്റിയുള്ള ഫുൾ ഹിസ്റ്ററികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഡിസൈനും ഇതൊന്നുമില്ല. അതായത് ഇതിനുള്ളിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളതിന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മറ്റുള്ള പുരാവസ്തു അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് ഇതിനുള്ള എന്തെല്ലാം വർക്കുകളാണ് ചെയ്തത്, അതുപോലെ തന്നെ കളറ് കൊടുക്കുന്നത്, ഓരോ സൈസുകൾ ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ഇതാണ് ഇവിടെയുള്ള ചുമരിൽ കൊടുത്തതിൻ്റെ കളറിൻ്റെത്, ടൈൽസിൽ കളറ് കൊടുത്തതിൻ്റെ ഇതാണത്. അതുപോലെ ഇതിൻ്റെ ടോപ്പിൽ, ടോംസിൻ്റെ ഏറ്റവും ടോപ്പിൽ വർക്ക് ചെയ്യണത്. പിന്നെന്താണ് കൊത്തുപണികൾ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. ഇതാണ് അബ്ദുള്ള കുത്തബ് സാഹിബിൻ്റെ ഖബർസ്ഥാനം. നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. അബ്ദുള്ള കുത്തബ് സാഹിബ് ടോംസ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനം. ഇവിടെയൊക്കെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുകയാണ്. പുറത്തൊക്കെ ഓരോരോ വർക്കുകൾ നടക്കുന്നുണ്ട്. ഫുള്ള് പൊടിയും പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുകയാണ് ഇവിടെ. അതൊക്കെ ഫുള്ള് പൊടിയാണ്. അദ്ദേഹം 1626 ജനിച്ചു. 1672 മരണപ്പെട്ടത്. ഇനി നമുക്ക് വേറെ ടോംസിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ഫാത്തിമ സുൽത്താൻ്റെ ടോം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇത് ക്ലോസ്ഡ് ആണിത്, പുറത്തുനിന്നേ കാണാൻ പറ്റുള്ളൂ.
ഇവിടെ ഓരോരോ സ്ഥലത്ത് കുറേ വർക്കുകൾ നടക്കുന്നുണ്ട്. നേരത്തെ അവിടുന്ന് പറഞ്ഞ ചില സ്ഥലത്തൊന്നും കാണാൻ ചിലപ്പം പറ്റലുണ്ടാവില്ല. നമുക്ക് നോക്കാം. ഇതാണ് കുത്തബ് ഷാഹി ഇവിടെ ടോംബ്. ഇതും ക്ലോസ്ഡ് ആണ്. ഇത് ഇവിടുത്തെ ഒരു കുളമാണ്. ഇവിടെ എല്ലാവരും വന്ന് കുളിക്കുന്നതാണ്. അതായത് 40 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ കൊള്ള. 40 ലക്ഷം ലിറ്റർ വെള്ളം ഇതിനകത്ത് ശേഖരിക്കാൻ പറ്റും. എന്നാലും ഇതിൻ്റെ താഴോട്ടൊക്കെ നമുക്ക് പോയി നോക്കാം. ഓക്കെ. കുളം നല്ല രസമുണ്ട്. ഈ മുകളിൽ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഫതിലോ മുകളിൽ ജമ്പ് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു. അതാ വെള്ളം കോരാനുള്ള. അവിടുത്തെ തോളൊക്കെ കണ്ടിട്ട് കപ്പിയൊക്കെ ഇടാനുള്ളതെന്നാണ് തോന്നുന്നത്. അതാ അതിലൂടെയാണ് വെള്ളം വരാ. അവിടെ ഒരു പാത്തി വെച്ചാൽ അതിനുണ്ടല്ലേ. ഈ കുളത്തിൻ്റെ വർക്കാണിത്. വീണ്ടും രണ്ടാമത് ചെയ്തതാണിത്. ഇതിൻ്റെ ഉള്ളിലുള്ള അടുക്കളയാണിത്. അതല്ലോ എനിക്ക് തോന്നുന്നത് ഇത് കിച്ചണാന്ന് തോന്നുന്നുണ്ട് മൊത്തമായിട്ട്. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ് തോന്നുന്നത്.
ഇതിനുള്ളിൽ വഴിയുണ്ടോ? കിച്ചൺ ആവാനാണ് സാധ്യത. ഇതിൻ്റെ ഉള്ളിലൊരു തുരങ്കുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. മുകളിലൊക്കെ ഒരു വെളിച്ചമുണ്ട്. ഫ്ലാഷ് അടിച്ചു നോക്കാം. ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മളൊന്ന് കിടക്കാണ് കേട്ടോ. അല്ല ഒന്നും ഉണ്ടാവില്ലേ ഫതലോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ തുരങ്കങ്ങളുണ്ട്. ഫതലോ അതാ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന. ഇതിൻ്റെ ഉള്ളിൽ ആരും കയറിയില്ലാന്ന് തോന്നുന്നു. എന്താ ഇതിൻ്റെ സെറ്റപ്പ് എന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയേക്കാണ്. ഫുള്ള് ചെറിയ ചെറിയ മാളങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളോട്ടേക്ക്. ആടാ ഉള്ളോട്ടേക്ക് ചെറിയൊരു വഴിയാ. മുകളിലൊരു എയർ ഹോൾസ്. ഇല്ല താഴോട്ട് പോവാ. പറയാൻ പറ്റില്ല, പഴയതാണ്. ഉള്ളിൽ വല്ല പാമ്പറ്റുണ്ടെങ്കിലേ പണിയാവും. അല്ല ഇത് മുഹമ്മദ് ഖ്വാലി കുത്തബ് ഷാഹിൻ്റെ ടെമ്പാണിത്. സോറി ടെമ്പല്ല, ടോമ്പാണിത്. ഇത് ഇവിടെ ഉള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടിയും വ്യത്യാസമായിട്ടുള്ളതാണ്. കാരണം ഇത് 2 തട്ടാണിത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് ഇവിടുന്ന് തുടങ്ങണാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഇതെന്താ ഫതലോ, ജയിലോ? എന്തായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. അടിപൊളിയാണ് കേട്ടോ ഇത്. എന്താ പറയുക, എൻ്റെ താജ്മഹൽ മാതിരിയായിട്ടുള്ളത്. ഫതലോ താജ്മഹൽ പോലെ എന്നറിയാം, അതേ ഒരു സെറ്റപ്പായിട്ടാണ് തോന്നുന്നത്. ഇതിൽ അകത്ത് കയറി വെക്കാം. ഇതാണ് ആ മഹാൻ്റെ ഖബർസ്ഥാനം. നല്ല വൃത്തിയിലുണ്ട്. സൈഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുതാണെന്ന് തോന്നുന്നു ഫതലോ. കാരണം മുകളിലേക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റാണ്. ഉണ്ടല്ലോ എത്ര ഹൈറ്റിലുള്ളത്. സംസാരിക്കുമ്പോൾ ഭയങ്കര എക്കോ അടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വോയിസിന് വലിയ ക്ലിയർ ഒന്നും ഇല്ല മൊബൈലായതുകൊണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് വോയിസ് കുറവാണെന്ന്. എന്താ ചെയ്യാനാ, ഇതിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ വഴിയുണ്ട്. ഇത് നേരെ മുകളിലേക്ക് പോണ വഴിയാണിത്. ഇത് ലോക്കാണ്.
ഇവിടെ ഉള്ളത് കാര്യപ്പെട്ടത് അല്ലേ പതലോ കാര്യപ്പെട്ടുള്ള 7 എണ്ണമാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. ബാക്കിയുള്ള ചെറുതൊക്കെ ഏതെല്ലൊക്കെ ആണ്. അതിൽ ഒന്ന് കണ്ടത് ഒരു ഫാത്തിമ സുൽത്താനുള്ളത്, പിന്നെ മറ്റുള്ളതൊക്കെ ഏതാണെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടോയെന്നുള്ളത് അറിയാം, അത് പോയി നോക്കണം. താഴത്തെ കുറച്ച് റൂമുകളൊക്കെ ഉണ്ട്, ഒരു ജയിലുമാതിരി. കയറുമ്പോൾ തന്നെ കണ്ടില്ലേ കമ്പിയെല്ലാം വെച്ച്. പോയോക്കാം കാണാൻ പറ്റുമെന്നുള്ളത്. ഇവിടെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഉള്ളിൽ കൂടി മൊബൈൽ വെച്ചിട്ട് നോക്കാം. അതാണ്ട് ഉള്ളിൽ നല്ല ഹരള ഫുള്ള് കരിങ്കല്ലാണ്. കരിങ്കല്ല്, ചുണ്ണാമ്പ് ഇതൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ പുതിയ കുറച്ച് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴത്തെ സിമെൻറ്റ് പരിപാടി. എന്നാലും അന്നത്തെ കാലത്തൊക്കെ എന്ത് വൃത്തിയിലാണ് വർക്കൊക്കെ ചെയ്തതെന്ന് സമ്മതിക്കണം. പല സ്ഥലത്തുള്ള കൊത്തു വർക്കുകൾ. അടുത്ത ടോമിൽ അങ്ങോട്ട് പോയത്. ഇനി അടുത്തിൽ നോക്കാം. അടുത്തത് ഇബ്രാഹിം കുത്തുബ് ഷാഹിൻ്റെ ടോംബാണിത്. അദ്ദേഹം ജനിച്ചത് 1550 AD നൂറ്റാണ്ട് കേട്ടോ. 1580 മരിച്ചു. ഇതിൽ കുറേയൊക്കെ ഒന്നും മനസ്സിലാവില്ല, കൊത്തുകളൊക്കെ കുറേ മാഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ടോംബ്. ഈ ടോമിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊന്ന് ചെറുതൊന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി വെക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഇത്രയും കയറിയ ടോമിനുള്ളിലെല്ലാം ഈ ഖബർസ്ഥാനം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് കയറാനോ അല്ലെങ്കിൽ മറ്റേ ഇവിടെയുള്ളതിൽ ഏറ്റവും വലുതാണത്. അതിൻ്റെ അടിയിലോട്ട് പോലും കയറാൻ പോലും കഴിഞ്ഞിട്ടില്ല. എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഒന്നത് ഒന്ന് ചെറുത്. അത് കണ്ടോ, ഇത് അണ്ടർഗ്രൗണ്ടാണിത്, താഴോട്ടേക്കുള്ള വഴിയാണിത്. ഇതൊക്കെ ക്ലോസ് ചെയ്തിരിക്കണം. ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങി പോകാൻ പറ്റുമെങ്കിൽ നല്ല രസമുണ്ടാവും. പക്ഷെ എന്തായാലും എല്ലാം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ ചെറുത് 2, 3, 4 എണ്ണം ഉണ്ട്. അവിടെ വേറെ ഉണ്ട് 1, 2, 3 എണ്ണമായിട്ട്. ചിലപ്പോൾ ഇതൊക്കെ അവരെ ചെറിയ മക്കളായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഖബർസ്ഥാനങ്ങളൊക്കെ ചെറിയത് ഓരോ തലമുറയിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ ആ ഇതിൽപ്പെട്ട ആൾക്കാരുടെ ഖബർസ്ഥാനമാണെന്നാണ് തോന്നുന്നത്. അവിടെ ഒരു ചെറുതൊന്നുണ്ട്, പിന്നാണ് ഇതിൻ്റെ വലുത്. ഇതിലതുപോലെ തന്നെ പെയിൻറ്റിങ് വർക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ കുറേ എല്ലാം പോയിട്ടുണ്ട്. അതാ മുകളിലാണ്, അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ പെയിൻറ്റിങ് ഉള്ളൂ. ബാക്കി ഇങ്ങോട്ടേക്കുള്ള പെയിൻറ്റിങ്ങൊക്കെ കളറൊക്കെ പോയി എല്ലാം വൃത്തികേടായിരിക്കണേ. അവിടെ ആ ഭാഗം മാത്രമേ കുറച്ച് നല്ല കളറുള്ളൂ. ഇതുമേൽ പെയിൻറ്റിങ് കൊടുത്തതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എനിക്ക് എന്താണ് ടോക്കസ് ടൈല്, ബ്ലൂ ടൈല്, വൈറ്റ് ടൈല്, ഗ്രീൻ ടൈല്, യെല്ലോ ടൈല്, ബ്ലാക്ക് ബസാൾട്ട് സ്റ്റോണ്, ഗ്ലേസ്ലോസ്, ടൈലോസ്, പ്ലാസ്റ്റർ, ഡീറ്റെയിൽ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ടൈൽ വർക്ക് ഓൺ ഹെഡേക്ക്. ഈ വർക്കിനെ പറ്റിയുള്ള കുറച്ച്, അതായത് ഈ കളറിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത്രയൊക്കെ അറിയുള്ളൂ. ഇത് അടുത്തൊരു ടേമാണിത്. ജംഷീദ് കുലി കുത്തബ് ഷഹാസ് അല്ലേ.
ഷാസ് ജംഷിദ് കുലി കുത്തബ്. പേരൊക്കെ ഭയങ്കര പേരാട്ടോ. ചില പേരുകൾക്ക് വായിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, രണ്ട് നില. ഇത് കുറച്ച് സ്കെൽട്ടായിക്കൊണ്ടുള്ളതാണത്. അതിനുള്ളിൽ 2 എണ്ണം ഉണ്ട്. ഈ ടോമിൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ എടുത്ത് കാണിക്കേണ്ട വർക്കുകളൊക്കെ തന്നെയാണ്. എല്ലാത്തിൻ്റെ ഉള്ളിൽ എല്ലാം ഏകദേശം ഇതേമാതിരിയുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയത്. ഓരോരോ രാജാക്കന്മാർ അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. ഓരോരോ ഇങ്ങനത്തെ ടോംസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ മരണശേഷം ഇതിൻ്റെ അകത്തേക്കാണ് കബറടക്കിയത്. അതുപോലെ തന്നെ എല്ലാവരും കുൽസും ബീഗം ടോംസിലൊക്കെ ഇതിൻ്റെ ഉള്ളിലും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും. 1-2 ഖബർസ്ഥാനങ്ങളുണ്ടാവും. ഇതിൻ്റെ ഫ്രണ്ടാണിത്. ഉള്ളിൽ കയറി വെക്കാം. ഒന്ന് വലുതുണ്ട് ഇതിൽ, അതുപോലെ ഒന്ന് ചെറുതുണ്ട്. ഇപ്പുറത്ത് അതുപോലെ ഇനി നന്ന ചെറുതൊന്നുണ്ട്. ചിലപ്പോൾ ആ ചെറുത് ചിലപ്പോൾ ചെറിയ മക്കളതോ അങ്ങനത്തെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരുപാട് പേര് വന്ന് ഈ ഇതിൻ്റെ ഉള്ളൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, പേര് എഴുതിക്കണേ. ഇതൊക്കെ ചെയ്യാൻ പാടില്ല. അതൊക്കെ മോശം പരിപാടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം വന്നിട്ട് കണ്ടില്ലേ, നിങ്ങൾ നോക്കി പേരെഴുതി വൃത്തികേടാക്കി വെച്ചിരിക്കണു. പിന്നെ ആരൊക്കെ ഇത് വായിച്ചിട്ടുണ്ട് കുറേയൊക്കെ. എന്താ മനു, മഹി, റാം, അനിത. എന്താണ് അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മളത്രയും നീറ്റായിട്ട്, അതുമാത്രമല്ല പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. അത്രയും പഴക്കമുള്ള ഇതാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അത്രയും ഇതിൻ്റെ ഉള്ളിൽ കയറി വൃത്തിയാക്കി ഫുള്ള് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ ഗാർഡന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കയറിയിട്ട് വേണ്ടാത്ത മോശമായിട്ടൊക്കെ ചെയ്യുന്നത് വളരെ ചീപ്പ് പരിപാടിയാണ്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് കണ്ടില്ലേ, ഒക്കെ ഇവർ ഇവിടെ വൃത്തിയാക്കുന്നത് കണ്ടില്ലേ. ഗാർഡന് ഒക്കെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. എല്ലാം നല്ല വൃത്തിയിലാണ് കൊണ്ടെടുക്കുന്നത്. ഇത് അടുത്തതാണിത്. മുഹമ്മദ് കുത്തബ് ഷാ കിങ്. ജനനം 1593, മരണം 1626. ഇതിലിതാ കുറച്ച് ഡീറ്റെയിലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്.
പക്ഷേ ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വർക്ക് നടക്കാണ്ട്, ഫുള്ള് മെയിൻ്റെനൻസ് വർക്ക്, എന്തെല്ലാം അറ്റകുറ്റപ്പണികളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതുപോലെ കുറേ ടൗൺസിലൊക്കെ ഫുള്ള് വർക്കുകളാണ് നടക്കുന്നത്. പെയിൻറ്റിങ്സും അതുമാതിരി ഡാമേജ് ആയ സ്ഥലങ്ങളൊക്കെ രണ്ടാമത് മിനുക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ ഒരുപാട് ടൗൺസിൽ കയറി, ഇനിയിപ്പോൾ ഒന്ന് മാത്രമേ ബാലൻസ് ഉള്ളൂ. ഇനിയിപ്പോൾ ഇനി അതൊന്നുണ്ട്, അത് ഇതുപോലെ തന്നെ കുറച്ച് വലിപ്പമുള്ളതാണ്. ഇതും നേരത്തെ കണ്ട പോലെ തന്നെ വലിപ്പമുള്ളതാണിത്. എന്തായാലും ഇതിലൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ഇത് അതുപോലെ ഒരു ടോംബാണിത്. പക്ഷേ നമുക്ക് ഇതിലും കടക്കാൻ പറ്റില്ല, ഇത് ക്ലോസ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അയക്കുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തണേ. ഓക്കെ. പിന്നെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ അതിന് മാത്രം ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വീഡിയോസ് കാണുന്നവർ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.